തിരക്ക് പിടിച്ചൊരു ഊഹത്തിലെത്തണ്ട, നന്നായി നോക്കിക്കോളി. റിയാദിൽ നിന്ന് ദമാമിലേക്കുള്ള റോഡുമെന്ന് ബോഡി കിട്ടിയെന്നാണ് പോലീസിന്റെ റെക്കോർഡ്സിൽ. പാസ്പോർട്ടോ ഇക്കാമയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങാനും മേൽവിലാസം കണ്ടുപിടിക്കാൻ പറ്റിയ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കായിരുന്നു. ഇപ്പൊ ഒരു 2-3 മാസമായിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇടത് കൈത്തണ്ടമ്മില് രാം എന്ന് ഹിന്ദിയിൽ പച്ചകുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാവും ഇന്ത്യക്കാരനാണെന്ന് ഉറപ്പിച്ചത്. ബംഗാളിയോ UP-യോ ബീഹാറിയോ ആരായാലും ആളറിയാണ്ട് മരിച്ച ഇവിടെ ഒരു ഒറ്റ പേരാ, അൺനോൺ ഇന്ത്യൻ. ഫോട്ടോ കണ്ടപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നത് നേരാ. എനിക്കറിയാവുന്ന ആൾക്ക് മൂക്കിന്റെ താഴെ വലിയൊരു അരിമ്പാറയുണ്ട്. ഇതിനതില്ല. ഒരു അരിമ്പാറയിൽ കടിച്ചു തൂങ്ങണോ? ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയിട്ട്. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാ ഇല്ലാത്ത അരിമ്പാറ ഉണ്ടാവും പോണ്ടോ? റസാക്കാക്ക് സ്വന്തമായിട്ട് കടയും കച്ചവടമൊക്കെ ഉള്ളതല്ലേ? കാൽ കാശിന് ഉപകാരമില്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങളുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയണം. ഇനിയിപ്പോൾ ആരും അന്വേഷിച്ച് വന്നില്ലെങ്കിൽ ആശുപത്രിക്കാരെ അടക്കിക്കോളും. ശരിയാ. പക്ഷെ ഏതൊക്കെയോ നാട്ടില് ഇവരുടെ ഒരു വിളിയും അയക്കുന്ന പൈസയും കാത്തിരിക്കുന്ന കുടുംബക്കാരുണ്ടാവും. 3-4 തവണ അത് മുടങ്ങുമ്പോൾ കുടുംബത്തെ മറന്ന് ഗൾഫിൽ സുഖിച്ച് ജീവിക്കുകയെന്ന് അവരിവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആ ശാപത്തിൽ നിന്ന് മരിച്ചവരുടെ ആത്മാക്കളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ രമേശ. ഒന്ന് വേഗം വാ. റസാക്കാടെ പുറന്നിട്ട് എന്റെ ജോലി കളയാൻ പറ്റിയല്ല. കമ്പനിയിൽ നിന്ന് 2 പ്രാവശ്യം കോള് വന്നു. അടുത്ത ലോഡ് ഡെലിവറി ചെയ്യാറായി. എന്തായി? ആരുടെ ബോഡിയെന്ന് അറിഞ്ഞോ? ഒരു അരിമ്പാറയുടെ കുറവ്. ഫോട്ടോ കണ്ട് അറിയാമെന്ന് പറഞ്ഞു വന്ന ആള് ആ അരിമ്പാറയുടെ മോളിൽ നിന്ന് പിടിവിടുന്നില്ല. അകത്ത് വെച്ച് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ മുഖത്തൊരു സംശയം ഞാൻ കണ്ടു. അപ്പൊ ആളത് തന്നെയാണല്ലോ അല്ലേ? ചത്തോന ആരായാലും എനിക്കെന്താ? ദമാമിന്ന് റിയാദ് വരെയുള്ള ടാക്സി കൂലി അയാൾ തരുമോ? ഉറുപ്പിയ 150. അത് റസാക്ക് തരണം. 150 റിയാലോ? ടാക്സി എന്റെ സ്വന്തം അല്ലല്ലോ റസാക്കെ. നിങ്ങൾ തന്ന ഫോട്ടോ അല്ലേ അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിന്റെ? അതെന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഞാൻ റസാക്കിനെ വിളിക്കാം. ശരി എന്നാ. ഇപ്പൊ എന്തോയി? 150 റിയാല് പോയപ്പോ സമാനമല്ലോ. സാരമില്ല വർഗീസേ, കാശല്ലേ, അത് ഇനിയും ഉണ്ടാവും. അതുണ്ടാക്കാൻ അറിയാവുന്നവർക്ക്. എന്റെ റസാക്ക, നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് നമ്മളിവിടെ വന്ന് കഷ്ടപ്പെടുന്നതേ 4 ചക്രം ഉണ്ടാക്കാനാ. സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കേണ്ട കാശ് വെറുതെ നാട്ടുകാർക്ക് കൊടുക്കണോ? അറിയില്ല വർഗീസേ, ഞാനും എൻ്റെ വീടും എൻ്റെ ബാങ്ക് അക്കൗണ്ടും എന്ന മട്ടിൽ ജീവിക്കണതിൽ എന്താ ഇത്ര സുഖം മനസ്സിലാവണില്ല. ഓ, ഞാൻ നിർത്തി. നന്നാകുകയല്ലെന്ന് സ്വയം തീരുമാനിച്ചിറങ്ങിയിരിക്കല്ലേ. അല്ലോ, അച്ഛന് വന്ന ഉമ്മയെന്ന് നാട്ടിലേക്ക് മടങ്ങുക, ഞാനത് വിട്ടു. ഹലോ, രാവിലെ മുതൽ പെട്ടിയും പാക്ക് ചെയ്ത് കാത്തിരിക്കണതാ ഉമ്മ. ഇങ്ങളെ കാണാണ്ട് ഒരു ഇരിക്കപ്പുറതിയില്ല. ഇനി ഇത് എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ? എന്നത്തെയും പോലെ ലാസ്റ്റ് മിനിറ്റിൽ ഓടിപ്പറഞ്ഞ് എത്താന്ന ഇന്നും പരിപാടി. ഞാൻ വന്നോണ്ടിരിക്കാ സെറീന, നീ ഉമ്മയോട് ബേജാറാവേണ്ടിരിക്കാൻ പറ. സലീം അങ്ങോട്ട് പോന്നിട്ടുണ്ട്, ഇപ്പൊ എത്തും. വേഗം വാ. രസാക്കോ, ഇവിടെ വടക്കേലെ കുഞ്ഞോദീന്റെ ഭാര്യ ഒരു മൊസല്ല വേണോന്ന് പറഞ്ഞിനി. ഞാനത് മറന്ന്. അതും 3-4 ദസ്വിയും വരുമ്പോ വാങ്ങണം കേട്ടാ. പൈക്കാത്ത കുറച്ച് ഈന്തപ്പയവും സൗദിന്ന് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ജമീലത്ത ഇന്ന് വിളിച്ച് പറഞ്ഞേക്കണ്. ശരി ഉമ്മ, വാങ്ങാം. ആ, വിമാനത്താവളത്തിൽ പോകാൻ നേരാവണമെന്ന് നോക്കി നിക്കണ്ട. ഇത്തിരി വേഗം വന്നേക്ക്. ഉമ്മാക്ക് അന്നയും കണ്ട് എന്റെ ശബ്ദവും കേട്ട് കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കല്ല. എത്തിപ്പോയി ഉമ്മ, ഇപ്പൊ വരാം. വർഗീസേ, നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. ഹലോ, എവിടെ? ഏത് സൈറ്റില്? ഞാൻ ഇപ്പൊ വരാം, ഉടനെ എത്താം. വർഗീസേ, ഫ്രൈഡേ മാർക്കറ്റ് പോകാൻ വരട്ടെ. നേരെ സനായിക്ക് വിട്ടോ. അതെന്നെതിനാ? അവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റില് ഒരു ആക്സിഡന്റ് നടന്നേക്കണത്. ഒരാൾക്ക് വളരെ സീരിയസ് ആണെന്ന്. അവിടെ ഒന്ന് തല കാണിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ല, അത് പിന്നെ സമയം തോനെ ഉണ്ടോ? ബാപ്പുമാക്ക് കൊറേ ദിവസം കഴിഞ്ഞ് പോയാ പോരെ? മതിയായിരുന്നു മോളെ. പക്ഷേ അവിടുത്തെ ആടുകൾ ആര് നോക്കും? ഇപ്പൊ തന്നെ ജമീലാത്താത്ത നോക്കാന്ന് പറഞ്ഞ ഉറപ്പില്ല ബാപ്പമ്മ പോന്നത്. എപ്പോഴും അത് പറ്റുമോ?
ബാപ്പ സമയത്തെത്തുന്നു വിചാരിക്കണ്ട, എപ്പോഴും വൈകും. കുടുംബകാര്യത്തില് മാത്രമേ അമ്മാന്തുള്ളൂ, നാട്ടുകാരുടെ കാര്യത്തില് വലിയ കൃത്യനിഷ്ഠയാ. ഓന്റെ ബാപ്പയെ എങ്ങനെയായിരുന്നു? കുടിയിലെ കാര്യം മുടങ്ങിയാലും പള്ളിക്കാര്യം മുടക്കൂല. നാട്ടിലെങ്ങനെയും ജീവിക്കാം, അതുപോലെയാണോ അന്യനാട്ടില്? ഇപ്പൊ തന്നെ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊല്ലം 10 കഴിഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോഴല്ലേ നടന്നത്? അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും അത് നടന്നല്ല. ഈ അങ്ങനെ സമാധാനിക്ക്. ആ, ഈ കാട്ടിനൊന്ന് കെട്ടിക്ക സലീമേ, ഞാൻ കെട്ടിയാ ഉറക്കൂല. 7 മണിന്റെ ഫ്ലൈറ്റ് അല്ലേ? ആ, മൂത്തുമാനം കൊണ്ട് ഞാൻ പോയാലോ സെറീനാത്ത? റസാക്കാനെ നോക്കിയൊന്നും നടക്കൂല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നവരുടെ നല്ല ക്യൂ ഉണ്ടാവും. റസാഖവനോട് എയർപോർട്ടിലെത്താൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഈ വായ മുടിക്ക സലീമേ. എന്റെ മോന്റെ മുഖം കാണാണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേ നല്ല കാര്യായി. വിമാനം ഇതല്ലെങ്കിലേ വേറെ വരും. ഇനി ഞാൻ പൊക്കോട്ടെ. ഓ, എല്ലാം എടുത്തു വെച്ചോ സലീമേ? റസാക്ക വരാതെ മോളിൽ നിന്ന് ഇറങ്ങില്ലെന്ന് വാശി പിടിച്ചിരിക്കുക മുത്തുമ്മ. ആ, ഇതും കൂടി വെച്ചോ. ഇങ്ങനെ നടക്കണോണ്ട് റസാക്കയുടെ പോക്കറ്റ് കാലിയാവണത് മാത്രം മെച്ചുള്ളൂ ഉമ്മ. വേറെ വല്ലവരായിരുന്നെങ്കിൽ നാട്ടിലിപ്പോ എന്തൊക്കെ ഉണ്ടാക്കിയാനെ. ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊല്ലത്രയായി. അടുത്ത മഴക്കാലത്തിന് മുമ്പ് വായ്പ തീർക്കുന്നു ഉപ്പ ആ, പറഞ്ഞിട്ടുണ്ടല്ലോ. നീ മിണ്ടാണ്ടിരിക്കെ. അങ്ങനെ ഇപ്പൊ 8 മഴക്കാലം കഴിഞ്ഞു പോയത്, എന്നിട്ട് വാർപ്പ് തീർന്നോ? ഒക്കെ ഉണ്ടാവും സെറീന. തൊട്ടതിനും പിടിച്ചതിനും ഓനെ കുറ്റപ്പെടുത്താതിരുന്നാ മതി. ആ, ഉമ്മ പോണ നേരായിട്ടും എന്നെ കുറിച്ചുള്ള പരാതികൾ വായിച്ചു തീർന്നില്ലേ സെറീന? അന്നെ കുറിച്ച് ആർക്കാടാ പരാതി? ഓള് സ്നേഹം കൊണ്ട് പറയുന്നല്ലേ. അതെ അതെ, പക്ഷെ ഇവള് സ്നേഹം കണക്കാക്കണത് കമ്പിയുടെ സിമെന്റിന്റെ മണലിന്റെ കണക്കനുസരിച്ചാ. ഓരോ പണിയിൽ നിന്നെടുത്ത് 1 ലോഡ് മണലിറക്കിയ ഇവക്ക് ഞാൻ 1 ലോഡ് സ്നേഹം ഇറക്കി കൊടുത്തു എന്നർത്ഥം, അല്ലേ സെറീന? ഇപ്പൊ തന്നെ നേരം വൈകി, ഇറങ്ങാൻ നോക്ക്. എന്നിട്ട് മതി എന്റെ സ്നേഹത്തിന്റെ കണക്കെടുപ്പ്. വാ ഉമ്മ. ആ, ചെന്ന ഉടനെ ദാമോദരൻ ഡോക്ടറെ കാണണം. BP ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യണം. വാ. ഉമ്മ അന്നെ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. ഇനി എപ്പോഴാ ഇങ്ങനെ ഒന്ന് കാണാൻ കഴിയ? ഈ ഉമ്മാന്റെ ഒരു കാര്യം, ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ച് എന്നെ നോക്കിയാ എനിക്കും സങ്കടം വരുമെന്ന്. വന്നേ. അസ്സലാമലൈക്കും. വാലേക്കും മുസ്സലാം. ഹംസക്ക കാലത്ത് തന്നെ ഇങ്ങ് പോന്നോ? എന്തായി മോനെ? ഞാൻ ഇന്നും എംബസിയിലേക്ക് പോകുന്നുണ്ട്, വേഗം ശരിയാവും. ആ സ്പോൺസർ അറബി ഓനെ ചതിച്ചതാ. ഓനെ ആരും പറ്റിക്കൂല. അതിപ്പോ എനിക്കും ഹംസക്കും അറിയാം, നിയമത്തിന് അറിയില്ലല്ലോ. 30 കൊല്ലം ഇവിടെ കിടന്ന് ഞാൻ നയിച്ചിട്ടും ഒരു നേർഗതി ഇല്ലാതെ വന്നപ്പോഴാ ഓനെ കൂടി വിസ അയച്ച് വരുത്തിയത്. എന്നിട്ടിപ്പോ ഇവിടെ ജയിലിലെ ഇരുട്ടറേ കിടക്കാനാണല്ലോ എന്റെ മോന്റെ വിധി. എംബസിയിൽ ചിലര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റഷീദിന് പെട്ടെന്ന് റിലീസ് കിട്ടും. ഒരുപാട് ഓടി നടക്കണതല്ലേ, ചെലവുണ്ടാവും. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇതിനൊക്കെ കാശ് മേടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടുത്തെ ഷെയ്ക്ക് ആയേനെ. കയ്യിൽ വെച്ചോളൂ. ഹംസക്കൊക്കെ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വേണ്ട റസാക്ക്, വിശപ്പോ എന്താവും ഒന്നും ഇല്ലാണ്ടായിക്കണ്. സ്റ്റോക്ക് എല്ലാം തീരാറായി. കഴിഞ്ഞ തവണ ഇറക്കിയതിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്. കൊടുക്കാടോ. താൻ 100 റിയാലിന്റെ റീചാർജ് കൂപ്പൺ എടുക്ക്. ദേ, കടയിലെ കാര്യം നോക്കാണ്ട് റസാക്ക് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കേട്ടോ. ബത്തേലെ കടയുടെ കാര്യം അറിയാലോ, അതുപോലെ ഇതും പൂട്ടിപ്പോണ്ടെന്ന് നോക്കൂ. പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്. നാട്ടുകാരുടെ കാര്യത്തിനായാലും ഇവിടുന്ന് കിട്ടിയാലേ ചെലവാക്കാനുണ്ടാവും. എല്ലാം ശരിയാവൂടോ. ഒറ്റ കൂപ്പണല്ല, 50 റിയാലിന്റെ 2 കൂപ്പൺ. എന്നിട്ടെന്തിനാ വൈകുന്നേരം ആവുമ്പോഴേക്കും 50ന്റെ 2 കൂപ്പണും നാട്ടുകാർക്ക് കൊണ്ട് വിളിച്ചു തീർക്കൂലേ? രണ്ടായാലും കണക്കാ. അമ്മേ വേഗം വാ, കത്തുണ്ടെന്ന് തോന്നണു. ചേച്ചിയുടെ കത്താണോ മോളെ? അല്ല, കുറിക്കമ്പനിന്നാ. തവണ മുടങ്ങിയത് വേഗം അടയ്ക്കാൻ. ഈശ്വര, എന്റെ മോക്ക് എന്താ പറ്റിയേ? അമ്മേ വേഗം വന്ന് പുറത്തുനിന്നുള്ള നമ്പറാ. ഹലോ ഹലോ, അശ്വതിയുടെ വീടല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ സൗദിന്നാ. എനിക്ക് അശ്വതിയെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ അറിയാനാ. സൗദിന്നാ. ഹലോ,
ആരാ സംസാരിക്കുന്നേ? എന്റെ മോൾ എവിടെയാ? അവളെന്താ വിളിക്കാത്ത? അശ്വതിയുടെ അമ്മയല്ലേ? അശ്വതി നാട്ടിലോട്ട് അവസാനമായി വിളിച്ചത് എപ്പോഴായിരുന്നു? അയ്യോ, അവക്ക് എന്താ പറ്റിയത്? എന്റെ മോടെ ശബ്ദം കേട്ടിട്ട് ഇപ്പൊ മാസം 5-6 ആഴ്ചയിൽ ഒരിക്കൽ ഇവിടേക്കും അവിടെ ഭർത്താവിന്റെ വീട്ടിലേക്കും മുടങ്ങാതെ വിളിച്ചോണ്ടിരുന്ന കുട്ടിയെ 2 മാസം കൃത്യമായിട്ട് പൈസ അയച്ചോണ്ടിരുന്നു. ഇപ്പൊ വിളിയുമില്ല, കത്തുമില്ല. അവളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്താ എന്റെ മോക്ക് പറ്റിയേ? ആരാ നിങ്ങള്? ഞങ്ങൾക്ക് അവിടെ കാശും പണം ഒന്നും വേണ്ട. ജീവനോട് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഹലോ, റസാഖ് പറ. അതെയോ, വിളിച്ചോ? എന്താ അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ? അതെയോ, ഇവിടുത്തെ പത്രത്തിൽ വാർത്ത വന്ന കാര്യം താൻ അറിയിച്ചോ? 5-6 മാസമായിട്ട് യാതൊരു വിവരമില്ലാത്ത മകളെ പറ്റി ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയാ? എന്തായാലും നാളെ ഞാൻ ബുറൈദ് വരെ പോകുന്നുണ്ട്. സ്പോൺസറുടെ വീട്ടിൽ കയറി നേരിട്ട് അന്വേഷിച്ച് കളയാം. അന്വേഷണ റിപ്പോർട്ട് അപ്പം അറിയിക്കാം. സൺഡേ കോളം തികച്ചില്ലെങ്കിൽ തന്റെ പണി പോകുന്ന കേസല്ലേ? റസാഖെ, 3 കോളം 4 സെന്റിമീറ്റർ തേക്കാൻ പറ്റിയ ഒരു വാർത്ത കൂടി കിട്ടുമോ? വിചാരിച്ച പരസ്യം വന്നില്ല. ഞാനൊരു ചാന്ത് ഭാഷയെ പറ്റി പറഞ്ഞില്ലേ, അത് കൊടുത്തോളൂ. അതൊക്കെ ഒരു വാർത്തയാണോടൂ? പത്രക്കാർക്ക് പോലും നിങ്ങളുടെ ചാന്ത് ഭാഷ ഒരു വാർത്തയല്ല. അയാളെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നു. ഇനി ഞാനെന്ത് ചെയ്യാനാ? അയാളെ ഇനി ക്യാമ്പിൽ നിർത്താൻ പറ്റില്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോ തിരിച്ചയക്കണമെന്ന് അയാളുടെ ഭാര്യ പോലും പറഞ്ഞിരിക്കുന്നത്. അതെന്താ? കണ്ടോ, ഇയാൾ ഒരുപാട് തിന്നും. 4 പണിക്കാർ കഴിക്കണ ഭക്ഷണം ഇയാൾ ഒരു നേരം ഒറ്റയ്ക്ക് കഴിക്കും. ഞങ്ങള് മടുത്ത്. ഉപ്പും മുളകും കൂട്ടി വായിച്ച് പിടിക്കുന്ന എന്താ തിന്നാൻ കിട്ടുമോ? ഇതൊരു മാതിരി തവിട് തിന്നുന്ന പോലെ ഉണ്ട്. അത് ശരി, ഇന്നിവിടെ ആക്കി ഒറ്റ പോക്കായിരുന്നല്ലേ? ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ദിവസം 3 ഒരുത്തരും തിരിഞ്ഞു നോക്കാനില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞേക്കാം, വായിക്കും വയറിനും പിടിച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടാതെ ഇവിടെ ആൾക്കാർ എന്നെ കൊണ്ട് കിട്ടൂല. കുറച്ച് കാശ് കൊടുത്തു വെച്ചാല്. അതെ, വാങ്ങുമ്പോഴേ സിഗരറ്റുള്ളത് കൂടി ചേർത്ത് വാങ്ങണം, മനസ്സിലാണോ? ഈ പ്ലാസ്റ്റർ ഒന്ന് വെട്ടിക്കോട്ടെ ചന്ദ്രഭാഷ. ഡീപ്പോർട്ടേഷനിലെ കാര്യങ്ങൾ അപ്പോഴേക്കും ശരിയാക്കാം. ഏയ്, നാട്ടിൽ പോവാനൊന്നല്ല, ബിരിയാണി കഴിച്ചിട്ട് നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടേ പോവാവൂ. വരണ വെള്ളിയാഴ്ച ക്യാമ്പിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കമ്പനിയുടെ പണിക്കാരല്ലാത്ത ഒരാളെ ക്യാമ്പിൽ കണ്ട എന്റെ ജോലി പോകും. അതിന് ഞാൻ എന്ത് ചെയ്യാന്? റസാഖ, എന്തെങ്കിലും ഒരു മാർഗം കാണണം. പാസ്പോർട്ട് ഇക്കാമയില്ലാത്ത ഒരാളെ മോളിൽ കയറ്റി താഴെ വീഴ്ത്താൻ ഞാൻ പറഞ്ഞു. ഒരബദ്ധം പറ്റിയതാ. റസാഖ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. പിന്നെ വേസ്റ്റ് സാധനങ്ങൾ ഏറ്റെടുക്കല്ലേ റസാഖയുടെ പണി. എങ്ങോട്ട് വന്നേക്കാം. അല്ല, റസാഖ പോയാ നിങ്ങള് 2 ദിവസം കൂടെ അയാൾ ഇവിടെ താമസിപ്പിക്കും. അതിനിടയിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. روح من هنا، ما ابغي اسمع شيء. هذه الخدامه اساءت لسمعتي. روح. صديق لو في كلمة من هندي لازم انا يعرف. انا يجي من سفاره. لا تتكلم ولا كلمه، ما ابغي اسمع شيء من المليباري. انت كمان خربان وكل الهنود خربانين، والا ابلغ الشرطه. get lost. എന്തായി? വല്ല തുമ്പും നടഞ്ഞോ? അറബിയിൽ മുട്ടൻ തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത്. പോയത് അങ്ങേരുടെ മുതലല്ലേ, പിന്നെ തെറി പറയാതിരിക്കൂ. ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വഴി അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. എന്നിട്ട് എന്നാത്തിനാ? ആ അജിത്ത് മേനോന് പത്രത്തിലിടാൻ ഒരു വാർത്തയും കിട്ടും, റസാഖയുടെ പോക്കറ്റിൽ കിടന്ന കുറച്ച് റിയാൽ പോയും കിട്ടും. അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത്. ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ? എങ്കിൽ ഈ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം